Hello guys, welcome back. ഷോമിയുടെ Redmi Note 10 Pro 5G എന്നൊരു പുതിയ ഡിവൈസ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.6 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. മുന്നിറങ്ങിയ നോട്ട് 10 സീരീസിലെ എല്ലാ ഡിവൈസുകളിലും സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയിരുന്നു വന്നിരുന്നത്. ഈ ഒരു ഡിവൈസിൽ ഒരു LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. അതുപോലെ തന്നെ HDR10ൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത് 1080x2400 പിക്സൽസ് ആണ്. അതുപോലെ തന്നെ 399 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 450 നിറ്റ്സ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു സെൻറ്റർ പഞ്ച് ഹോൾ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 84.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ Redmi Note 10 Pro 5G എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. 193 ഗ്രാംസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഓവറാൾ ബോഡി വെയ്റ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിവൈസിന് IP53 റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 1100 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഒരു 6nm 5G ചിപ്സെറ്റാണിത്. മാലി G77MC9 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന GPU. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഷോമിയുടെ MIUI 12.5 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. Redmi Note 10 Pro 5G എന്ന ഡിവൈസ് 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 6GB റാമും 128GB സ്റ്റോറേജുമാണ്. മിഡിൽ വേരിയൻറ്റ് വരുന്നത് 8GB റാം ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ആൻഡ് ടോപ്പ് വേരിയൻറ്റ് 8GB റാം ആൻഡ് 256GB സ്റ്റോറേജ് ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിന് റിയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. പ്രൈമറി സെൻസർ 64 MP ആണ്. f1.8 ആണ് അപ്പർച്ചർ. പിന്നെ നമുക്കൊരു 8 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. ഒപ്പം ഒരു 2 MP മാക്രോ ലെൻസ് കൂടി ഈ ഒരു ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിന് നൽകിയിരിക്കുന്നത്. റിയർ ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോസ് 30 FPS മാക്സിമം റെസൊല്യൂഷൻ വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 16 MP ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ്. f2.5 ആണ് അപ്പർച്ചർ. ഡിസ്പ്ലേക്കകത്ത് സെൻറ്റർ പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ വരുന്നത്. ഇനി ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 67 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് Redmi Note 10 Pro 5G എന്ന ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ്. ഏകദേശം 42 മിനിറ്റ് കൊണ്ട് ഈ ഒരു 5000 mAh ബാറ്ററി നമുക്ക് 0 to 100% ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. USB Type-C പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. പിന്നെ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഗ്രേ, ബ്ലൂ, വൈറ്റ് എന്നിങ്ങനെ 3 കളർ വേരിയൻസിലാണ് Redmi Note 10 Pro 5G എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ Redmi Note 10 Pro 5G എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഈ ഒരു ഡിവൈസ് ചൈനയിലാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് ഈ ഒരു ഡിവൈസ് വരുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ പോക്കോ ഫോണായോ മറ്റോ ഈ ഒരു ഡിവൈസ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ കൺഫേം അല്ല. ഇനി പ്രൈസിങ്ങിനെ കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ഏകദേശം ബേസ് വേരിയൻ്റ് പ്രൈസ് വരുന്നത് 1599 യുവാനാണ്. ഇന്ത്യൻ മണി ഏകദേശം 18,000 രൂപ. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.